മോയ് വൈകി എന്താണ് കേശു? ഒന്നും പറയണ്ടമ്മ. പോകുന്നു നമ്മുടെ റാംകുമാറങ്ങളൊക്കെ ഉണ്ട്, അങ്കിളുടെ അടുത്ത് സംസാരിച്ച് കുറെ സമയം പോയി. അയ്യോ, റാംകുമാർ അങ്കിളായിട്ട് സംസാരിക്കാൻ നീ എന്താണ്? ആ പ്രായം തന്നെയാണോ നീയും? ലോകകാര്യങ്ങളൊക്കെ സംസാരിച്ചാ? അയ്യോ, ഇത് ലോകകാര്യൊന്നും സംസാരിച്ചല്ല. അങ്കിൾ ആദ്യം എന്നോട് ചോദിച്ചോണ്ട് വന്നത് ബാലു എവിടെയെന്ന്. എന്തോ ബാലുവിനെ പെട്ടെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അച്ഛനെ തിരക്കിയെങ്കിൽ ഹൈമയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ടുണ്ടാവും, ഹൈമ കൈയോടെ പിടിച്ചിട്ടുണ്ടാവും. അതായിരിക്കും അച്ഛനെ തിരക്കണേ. പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങളെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ ഡീൽ ചെയ്യാം. അപ്പൊ പറഞ്ഞ് കായികപരമായിട്ടാണെന്ന്. അപ്പൊ പറഞ്ഞു അച്ഛനാണ് നല്ലതെന്ന്. അത് ശരിയായിരിക്കും. അച്ഛനാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ മിടുക്കൻ. അല്ല, പക്ഷെ അച്ഛൻ ഇങ്ങനെ കള്ളത്തിലൊന്നും കാണിച്ചാൽ അച്ഛൻ പെടത്തില്ലല്ലോ. പെടത്തില്ല. അച്ഛന് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. സകല ഉടായ്പം പഠിച്ചാണല്ലേ നിങ്ങളച്ഛൻ. ഈ രാംകുമാറങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര പാവമായിരുന്നു, ഒരു കള്ളത്തരം അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് കൂടി എല്ലാ കള്ളത്തരവും പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ ഹൈമ എടുത്ത് ഇതൊക്കെ കാണിക്കും, ഹൈമ കൈയോടെ പിടിക്കുകയും ചെയ്യും. എന്നിട്ട് അച്ഛനെ അന്വേഷിച്ച് കിടക്കും. അത് ഇന്ന് രക്ഷപ്പെടണമല്ലോ. അല്ല, നമ്മുടെ അച്ഛൻ എന്ത് ചെയ്താലും 4 കാലിലേ വീഴത്തുള്ളൂ. പക്ഷെ റാംകുമാറങ്ങൾ അതേപോലെ അറിയത്തില്ല. 4 കാലം പറഞ്ഞപ്പോഴാ രമാനെ വിളിച്ചിട്ട് തുമ്പേ കാണാ. ശരി, കണ്ടേക്കാം. ആണ്ടാ പിന്നെയും വന്നേക്കണ്. പരിപാടി ഇല്ല, എത്തിയിട്ടില്ല. ബാലുവിന് അത്യാവശ്യമായിട്ട് കാണേണ്ടിയിരുന്നു. കേശു പറഞ്ഞു. എന്താണ്? എന്തെങ്കിലും? ഇല്ല, ബാലുവിനൊന്നും കണ്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു. അല്ല, നമ്മളോട് പറഞ്ഞാൽ നമുക്ക് പറ്റിയതാണെങ്കിൽ നമ്മൾ പരിഹരിക്കാം. അല്ല, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ല. ഇതൊരു ചില കോംപ്രമൈസ് ഒക്കെ വേണ്ടുള്ളൊരു കാര്യമാണ്. അപ്പം എന്തായാലും ബാലുവിനെ കണ്ടേ പറ്റൂ. അല്ല, കേശു പറഞ്ഞാൽ എന്തോ കായികാധ്വാനമൊക്കെ വേണ്ടി വരുമെന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കായികാധ്വാനമല്ല, ഒരു ചെറിയ കോംപ്രമൈസും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഒരു സംസാരമൊക്കെ വേണ്ട കാര്യമാണ്. അതുകൊണ്ട് ബാലു കൂടെ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ഹൈമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഹൈമായിട്ടാണെങ്കിൽ ഇപ്പോൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിക്കുകയൊന്നുമില്ലല്ലോ. ഹൈമായിട്ട് ഒരു പ്രോബ്ലം ഇല്ല. പുറത്തുനിന്ന് എന്തെങ്കിലും അടിപിടി വല്ലതും ഒക്കെ ആണെങ്കിൽ, തല്ലാന വല്ലതും ആണെങ്കിൽ ബാലുവിനെ കൊണ്ടുവരുന്നു. ഒരിക്കലും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ ബാലുവിൻ്റെ അടുത്താണല്ലോ ഡിപ്പെൻഡ് ചെയ്യണത്. അതുകൊണ്ടാണ്. അതെ, അങ്കിളിന് ഇടയ്ക്കിടയ്ക്ക് പണി ചെയ്യാനുള്ളത് അച്ഛൻ തന്നെയാണല്ലോ. അല്ല, അത് കാര്യമൊന്നുമില്ല, അതൊക്കെ തമാശക്കല്ലേ. അല്ല, എന്നാലും ഈ കാര്യത്തിന് ബാലുവിന് വേണം. അതിപ്പോ ഇനിയിപ്പോ ബാലു ഇവിടെ ഇല്ലല്ലോ, വരുമ്പോ പറയാം. ഓക്കെ, പക്ഷെ വന്ന ഉടനെ ഒന്ന് കാണാൻ പറയണേ, അത്ര അത്യാവശ്യം ആയതുകൊണ്ടാ. അത് മനസ്സിലായി, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. നമ്മളോട് പറയില്ലെന്നറിയാം, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളിപ്പോ തന്നെ പരിഹരിച്ചു തരാം. അല്ല, അതാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ തന്നെ പറഞ്ഞേനെ, ഇത് ബാലു തന്നെ വേണം, അതുകൊണ്ടാണ്. അപ്പൊ ബാലു വന്നോന്നും പറയണേ. അച്ഛൻ വരുമ്പോ പറയാം. ഉറപ്പായിട്ട് പറയണോ? അല്ല, പറഞ്ഞാൽ മതി. ശരി. എവിടെയോ പോയി പെട്ടിട്ടുണ്ടടാ. എത്ര ആലോചിച്ചിട്ട് അഴിയിട്ടില്ലല്ലോ അമ്മ. എന്താണെന്ന് പറയണില്ലല്ലോ. നീ രാംകുമാറിന്റെ പ്രശ്നത്തിന് പോയി അച്ഛൻ പ്രശ്നത്തിൽ പെടാണ്ടിരുന്നാ മതി. അച്ഛൻ എന്തായാലും പെടും. അതെന്തായാലും പെടും. അത് അച്ഛന് മാത്രം അറിയില്ല, ബാക്കി ലോകത്ത് എല്ലാവർക്കും അറിയാം. അല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നു. ടെൻഷൻ ഒന്നുമില്ല. ക്യാഷ് പറഞ്ഞല്ലോ എൻ്റെ അടുത്ത്, നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് അന്വേഷിച്ചിരുന്നു. ഇത് കാര്യം ഞാൻ വന്ന് അപ്പോ നീലിമ പറഞ്ഞു. നീലൊന്നും പറഞ്ഞില്ല. പിന്നെ ബാലു നീ അടിപിടി കേസിലൊന്നും ഇടപെടുത്താൻ പാടില്ല എന്നൊക്കെ ഒരു വാർണിംഗ് ഒക്കെ തന്നെ. അത് അവളാണോ തീരുമാനിക്കുന്നത്? കാര്യം പറ രാഘുമാറ. കാര്യം എന്ന് വെച്ചാലേ പറയാം. കാര്യം പറ. എന്റെ നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ? എവിടെയൊക്കെ അന്വേഷിച്ചു നിങ്ങളെ? ഇതാണോ ടെൻഷൻ? നിങ്ങളെ സൗണ്ട് അടിച്ചു പോയി. ട്രാവലിംഗ് അല്ലേ എപ്പോഴും? ടയർഡായിട്ട് ഐസ്ക്രീം എല്ലാം കഴിച്ചു. എനിക്ക് അറിയത്തില്ല എന്റെ ബാലു. ടെൻഷനൊന്നുമില്ല. നിങ്ങള് മോൻ കണ്ടാ പറയാം, എന്തോ ടെൻഷൻ ഉണ്ട്. പറയുന്നില്ല, ചോദിച്ചിട്ട് എന്താന്ന്. ഇല്ലെന്ന് ചുമ്മാ പറയല്ലേ പപ്പ. ഞാൻ മുമ്പേ കേശുവിനെ വിളിച്ചായിരുന്നു. ഇപ്പൊ പാറക്കുട്ടി എടുത്ത് അവള് പറഞ്ഞല്ലേ പപ്പ കുറെ നേരം ബാലുവിനെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നെന്ന്. അല്ല, ബാലുവിനെ കാണാനുണ്ടായിരുന്നു, പക്ഷെ അത് വേറെ കാര്യം പറയണ്ടായിരുന്നു. അത് കൊള്ളാലോ. ഭാര്യ എന്നോട് പറയാണ്ട് നിങ്ങൾക്ക് എന്നോട് പറയാൻ മടി? മടിയൊന്നുമല്ല. അല്ല, ഇപ്പൊ ടെൻഷൻ അറിയണോ അല്ല രാഘു ടെൻഷൻ ഞാൻ മാറ്റണോ? ഏതാണ് ചെയ്യേണ്ടത്? എനിക്ക് റാമിന് ടെൻഷൻ എന്താന്ന് എനിക്കറിയണം. ഞാൻ ഭാര്യയല്ലേ. അതെ, ഞാൻ ടെൻഷനൊക്കെ അടിച്ച് മാറ്റിക്കൊള്ളാം. പിന്നെ നിങ്ങൾ അടി കൂടരുത്.
എന്താണ് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ രാംകുമാർ ടെൻഷനൊക്കെ മാറ്റിക്കോളാം കേട്ടാ. നീ ഒന്ന് പറഞ്ഞു കൊടുക്കും മോളെ. അതെ ബാലുവച്ച മാറ്റിത്തരാന്ന് പറഞ്ഞില്ലേ ടെൻഷനൊക്കെ, പിന്നെ എന്തുവാ? എന്നാലും എന്നോട് പറഞ്ഞാൽ എന്താ മോളെ? ചുമ്മാ ആയിരിക്കും മമ്മി തൊണ്ടയും കൊണ്ട്. ചെന്ന് ഉപ്പിട്ട് വെള്ളം നാക്ക് പോ, അത് തൊണ്ടെന്ന് ഇറങ്ങട്ടത്. ചെല്ല് ഗാർഗിളേ പോ. ശരി, എന്തെങ്കിലും ആവട്ടെ, പോ. അങ്ങോട്ടോടെ പോണം. പിന്നെ അങ്ങോട്ട് പോണം. ഇങ്ങോട്ടല്ലേ? അങ്ങോട്ട് പോണം. എന്തോ രാംകുമാർ, നിങ്ങൾക്ക് മൊത്തം ഇത് തന്നെ ടെൻഷൻ. അല്ല ഞാൻ കാര്യം പറയാം, പക്ഷെ അതിന്റെ പേരിൽ ഇനി നീലും ബാലും അടിയാവരുത്. രാംകുമാർ അല്ല ബാലു, വരച്ചോ അവിടെ നിൽക്കും നീലു. അറിയാ, പറ കാര്യം പറ. എനിക്ക് ഒരു ക്രിക്കറ്റ് ടീമുണ്ട്. ക്രിക്കറ്റ് ടീമാ? അതായത് ഈ കമ്പനികൾക്കൊക്കെ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്റെ കമ്പനിക്ക് ഒരു ക്രിക്കറ്റ് ടീമുണ്ട്. അപ്പൊ ഈ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ ടീം ഉണ്ടാകുമ്പോൾ ഞാനും ഉണ്ടാക്കിയ ടീം, ഞാനാണ് എന്റെ ക്യാപ്റ്റൻ. പക്ഷെ ആദ്യം കളിച്ച കളികളൊക്കെ തോറ്റു. സ്വാഭാവികം. അല്ല അത് സ്വാഭാവികം, പക്ഷെ അത് തോറ്റു, കംപ്ലീറ്റ് തോറ്റപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു ഒരു നല്ല ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ, ഞാനായിരുന്നു ആദ്യം ക്യാപ്റ്റൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു നല്ല കളിക്കാരനെ ക്യാപ്റ്റൻ ആക്കി നമുക്ക് ജയിക്കാൻ തുടങ്ങുമല്ലോ. അങ്ങനെ ഒരുത്തനെ പിടിച്ച് ഞാൻ ക്യാപ്റ്റൻ ആക്കി. അപ്പൊ നമ്മൾ എല്ലാ കളിയും ജയിക്കാൻ തുടങ്ങി. അവന്റെ മിടുക്ക്. പക്ഷേ ഒരു ടൂർണമെന്റ് ഉണ്ട്, കോർപ്പറേറ്റ് കമ്പനികളായിട്ട് തുടങ്ങി. ഇന്നലത്തെ കളിക്ക് എന്നെ കളിപ്പിച്ചില്ല. കളിപ്പിച്ചില്ലേ? ഇല്ലെന്ന്. അയ്യാ എന്ത്? അവൻ എൻ്റെ അടുത്ത് കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ക്യാപ്റ്റൻ. ചോദിക്കാ ഞാൻ കൂടെ വരാം, ചോദിക്കാൻ വരാം. അല്ല അവൻ പറയണത് പറ്റൂല, നിങ്ങൾ കളിക്കണ്ട അവൻ തീരുമാനിച്ചു. അത് പുള്ളി നിങ്ങളല്ല എന്റെ ഓണർ, പിന്നെ അവൻ കളിക്കണ. അതാണ്, ഞാനാണ് ഓണർ, എന്നിട്ട് എന്നെ കളിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ചോദിച്ചപ്പോഴേ ചോദിക്കാ, പക്ഷെ അവൻ നല്ല ഒത്തിരി ബോക്സിംഗ് ഒക്കെ അറിയുന്നവരാണ്. അതുപോലെ നാടടി അറിയാല്ലേ? പഴയ മുട്ട ബാലു എന്റെ സ്വാഗതം എടുപ്പിക്കരുത്. അവസാനം കയറി പറയുന്നത് എന്റെ ക്യാപ്റ്റനാണ്, അവൻ ഇടി കൊടുക്കരുത് ബാലു പറയരുത്. ഇല്ല അത് ഞാൻ പറയും, സംസാരിക്കുമല്ലോ. എനിക്ക് കളിക്കണം, നാളെ കളിയുണ്ട്, കളിക്കണമെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് കളിക്കാൻ പറ്റില്ല. ഉറപ്പായിട്ട് കളിക്കാം. ആ കളിക്കുന്ന ഇടയിൽ കൂടെ കൈപോയി തൊണ്ടാന്ന് ശരിയാക്കണം കേട്ടോ. അത് ശരിയാക്കും, ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ചൂടുവെള്ളത്തിൽ കുളിനാക്കാൻ പറഞ്ഞു.